ഹലോ ഗായ്സ്, നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. നിങ്ങൾ ആദ്യമായിട്ട് ഞങ്ങളുടെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കട്ടെ. പിന്നെ ബെൽ ബട്ടൺ കൊണ്ട് എനേബിൾ ചെയ്തേക്കുന്നെങ്കിൽ ഞങ്ങളിടുന്ന പുതിയ വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പം തന്നെ ലഭിക്കുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ വെച്ചിട്ടുണ്ടെങ്കിൽ റോസ്മേരി വാട്ടിനെ കുറിച്ചാണ് കേട്ടോ. ഞാൻ റോസ്മേരി വാട്ടിനെ കുറിച്ച് ഒരു 4 അപ്ഡേറ്റ്സ് ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഞാൻ ആദ്യം യൂസ് ചെയ്തതന്നെ കേട്ടോ. അപ്പം നമ്മൾ ഫസ്റ്റ് ഇട്ട വീഡിയോ ഇപ്പം ലക്ഷക്കണക്കിന് ആൾക്കാർ കണ്ടിട്ട് ഏകദേശം ഒരു 3,20,000 പേര് നമ്മുടെ ആ വീഡിയോ കണ്ടിട്ടുണ്ട് കേട്ടോ. അപ്പൊ അതിനകത്ത് കുറെ ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അന്ന് തന്നെ ഞാൻ അതിനകത്ത് ഒരു 2 ആഴ്ച കഴിഞ്ഞപ്പോൾ തന്നെ ഞാൻ അതിന്റെ വീഡിയോസ് വേറെ സെക്കൻഡ് വീഡിയോസ് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് യൂസ് ചെയ്യുന്നതിനേക്കാൾ മുമ്പ് എന്തൊക്കെയാണ് കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടതെന്ന് കേട്ടോ. അപ്പൊ ഇപ്പോഴും എൻ്റെ അടുത്ത് ആ വീഡിയോ കണ്ടിട്ട് ഓരോരുത്തർ പിന്നെയും കമന്റ്സും കാര്യങ്ങളും ഇടുന്നുണ്ട്. ചേച്ചി ഇത് ഡെയിലി യൂസ് ചെയ്യാൻ പറ്റുമോ, അല്ലെങ്കിൽ എത്ര ദിവസം എന്നിട്ടാണ് തേക്കേണ്ടത്, തേക്കുമ്പോൾ എണ്ണ തേക്കാൻ പറ്റുമോ, അങ്ങനെയൊക്കെ കുറെ വീഡിയോസ് കുറെ കമന്റ്സ് ഇട്ടാ കുറെ കമന്റ്സ് ഇടുന്നുണ്ടായിരുന്നു. അപ്പൊ ഞാൻ അതിനൊക്കെ ഓരോരുത്തർക്ക് റിപ്ലൈ കൊടുക്കാൻ പോയിട്ടുണ്ടെങ്കിൽ അത് തന്നെ നേരിടാവുള്ളൂ. അപ്പൊ ഞാൻ വിചാരിച്ച ഒരു ഇപ്പൊ ഞാൻ വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു 4-5 മാസം കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ അതിന്റെ മൊത്തത്തിലുള്ള ഒരു അപ്ഡേറ്റ്സും കാര്യങ്ങളും തരാമെന്ന് വിചാരിച്ച്. അപ്പൊ ഇന്നത്തെ വീഡിയോ വെച്ചിട്ടുണ്ടെങ്കിൽ റോസ്മേരി വാട്ടർ യൂസ് ചെയ്യുന്നതിനേക്കാൾ മുമ്പ് നമ്മൾ എന്തൊക്കെ ശ്രദ്ധിക്കണം എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോ. നമ്മൾ ഈ വീഡിയോ കിടക്കുന്നേക്കാൾ മുമ്പ് എനിക്കൊരു കാര്യം പറയാനുണ്ട് കേട്ടോ. കാരണം നമ്മുടെ ഈ വീഡിയോ കണ്ടിട്ട്, നമ്മൾ അന്നിട്ട വീഡിയോ കണ്ടിട്ട് ഒരുപാട് പേര് ട്രൈ ചെയ്ത് നോക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ അവർ തന്നെ നമ്മുടെ വീഡിയോ ഇട്ടിട്ട് കമന്റ് ഇട്ടിട്ടുണ്ടായിരുന്നു, ചേച്ചി ഞങ്ങൾക്ക് ഇതിന്റെ റിസൾട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ ഞങ്ങൾ ഇതിന്റെ അടിയിൽ എന്തായാലും കമന്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഒരുപാട് പേര് വന്നിട്ട് ഇത് യൂസ് ചെയ്തിട്ട് അവർക്ക് റിസൾട്ട് കിട്ടിയെന്ന് പറഞ്ഞ് കമന്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അത് കമന്റ് ഇട്ട് എല്ലാവർക്കും നന്ദി കേട്ടോ. കാരണം നമ്മുടെ കമന്റ് കണ്ടിട്ടായിരിക്കും മറ്റുള്ളവർ കൊണ്ട് ട്രൈ ചെയ്ത് നോക്കാമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ ഇപ്പോഴും ആ വീഡിയോസ് കയറിക്കൊണ്ടിരിക്കേണ്ട. അപ്പൊ ട്രൈ ചെയ്തിട്ട് റിസൾട്ട് കിട്ടിയ എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ. അതുപോലെ തന്നെ കമന്റ് ചെയ്യാനുള്ള ഒരു മനസ്സ് കാണിച്ചു തരാണ്ടാണ് ഞാൻ നന്ദി പറയുന്നത്. അതുപോലെ തന്നെ നമ്മൾ ഈ പ്രൊഡക്റ്റ് യൂസ് ചെയ്യണമെങ്കിൽ തന്നെ, നമ്മൾ ഈ റോസ്മേരി ലീവ്സ് യൂസ് ചെയ്യണമെങ്കിൽ തന്നെ നമുക്ക് കുറച്ചൊക്കെ നല്ലതായിരിക്കും. പക്ഷെ നമുക്ക് ഓവർ ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിന് കുറച്ച് സൈഡ് എഫക്റ്റും കാര്യങ്ങളും ഉണ്ടാവും കേട്ടോ. അപ്പൊ ഞാൻ നിർത്തിയതിന് ശേഷമാണ് ഒരുപാട് പേര് എനിക്ക് കമന്റ് അയച്ചിട്ടുണ്ടായിരുന്നു, ചേച്ചി ഇത് മുടി കൊഴിയുന്നുണ്ട്, അതുപോലെ തന്നെ മുടി ഭയങ്കര ഡ്രൈയും കാര്യങ്ങളൊക്കെ ആവണമെന്ന് പറഞ്ഞിട്ട് കുറെ പേര് കമന്റ് അയച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിന്റെ എല്ലാത്തിന്റെയും കൂടി ഒരു വീഡിയോ ഉണ്ട് ഇന്നത്തെ വീഡിയോ. അപ്പൊ നമുക്ക് നേരെ വീഡിയോ കണ്ടേട്ടാ. എന്റെ ആദ്യത്തെ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ ഞാനിവിടെ മുകളിൽ കൊടുത്തേക്കാം. അപ്പൊ ആ വീഡിയോ കണ്ടിട്ട് നിങ്ങൾ ഈ വീഡിയോയ്ക്ക് വന്നായിരിക്കും കുറച്ചും കൂടി നല്ലത്. കാരണം അതിനകത്ത് എന്റെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ ഞാൻ കൊടുത്തേക്കണേട്ടാ. അപ്പൊ നമ്മൾ ഈ ഇതിനകത്ത് പറയണം, ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചേച്ചി റോസ്മേരി വാട്ടർ ഡെയിലി യൂസ് ചെയ്യാൻ പറ്റുമോ എന്നാണ് പറഞ്ഞേക്കണത്. അപ്പൊ ഞാൻ ആദ്യമേ ഡെയിലി യൂസ് ചെയ്തിരുന്ന ഒരാളായിരുന്നു കേട്ടോ. ഞാൻ ഡെയിലി യൂസ് ചെയ്തിരുന്നു. പക്ഷെ ഞാൻ ഇപ്പൊ പറയണ എന്നോട് ഡെയിലി യൂസ് ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ പറയും ഡെയിലി യൂസ് ചെയ്യേണ്ടെന്നേ പറയുള്ളൂ കേട്ടോ. ഇതൊരു സാധനം യൂസ് ചെയ്താൽ അതിനകത്തൊരു സൈഡ് എഫക്റ്റ് ഉണ്ടാവും കേട്ടോ. അപ്പൊ എനിക്ക് അന്ന് അറിഞ്ഞിരുന്നില്ല, കാരണം ഞാൻ കണ്ടിന്യൂസ് കഴിച്ചു നിൽക്കുമ്പോൾ അന്ന് എനിക്ക് പക്ഷെ അത് അറിയാൻ പറ്റുന്നില്ല. പക്ഷെ ഇപ്പൊ ഞാൻ ചോദിക്കണേ എന്നോട് ഡെയിലി യൂസ് ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ പറയും ഡെയിലി യൂസ് ചെയ്യേണ്ടെന്ന് പറയുള്ളൂ കേട്ടോ. ഒരു വീക്കിലി ഒരു 1 2 വട്ടം അല്ലെങ്കിൽ 3 വട്ടം നമ്മൾ വീക്കിലി ചെയ്താൽ മതി. നമ്മൾ ഡെയിലി യൂസ് ചെയ്യണമെങ്കിൽ തന്നെ ഒന്നാമത്തെ റോസ്മേരി വാട്ടർ യൂസ് ചെയ്യുമ്പോൾ നമ്മുടെ മുടി ഒന്ന് ഡ്രൈ ആവുകയാണ് ഭയങ്കരമായിട്ട്. അപ്പൊ നമ്മൾ ഈ ഡെയിലി യൂസ് ചെയ്യുമ്പോൾ നമ്മുടെ ഹെയർ ഭയങ്കരമായിട്ട് ഡ്രൈ ആവാനായിട്ട് ഇത് കാരണമാവും കേട്ടോ. അപ്പൊ നമ്മൾ ഡെയിലി യൂസ് ചെയ്യേണ്ട, വീക്കിലി 2-3 വട്ടം മാത്രം ചെയ്താൽ മതി. പിന്നെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ കഴിഞ്ഞാൽ ഇത് യൂസ് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് ഷാമ്പു ഇട്ടിട്ട് അല്ലെങ്കിൽ എന്തെങ്കിലും കണ്ടീഷണറൊക്കെ ഇട്ടിട്ട് ഹെയർ വാഷ് ചെയ്യാൻ പറ്റുമോ എന്നാണ് ചോദിക്കുന്നത്. അപ്പൊ ഞാൻ പറയാണ്, അങ്ങനെ ഷാമ്പു അല്ലെങ്കിൽ സോപ്പ് സാധനങ്ങളൊന്നും ഇട്ടിട്ട് നമ്മൾ ഹെയർ വാഷ് ചെയ്യണ്ട കേട്ടോ. വെറുതെ നമ്മുടെ പച്ചവെള്ളത്തിൽ ഹെയർ വാഷ് ചെയ്താൽ മതി. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ മുടി ഒന്നും കൂടി ഡ്രൈ ആവും. ഇത് തേക്കുമ്പോൾ തന്നെ നമ്മുടെ മുടി കുറച്ച് ഡ്രൈ ആയിട്ട് ഇരിക്കുള്ളൂ. അപ്പൊ ഒന്നും കൂടി നമ്മൾ ഷാമ്പു ഇടുമ്പോൾ ഭയങ്കരമായിട്ട് ഒരു ചകിരി പോലെ ആവും നമ്മുടെ മുടി, ഭയങ്കരമായിട്ട് ഡ്രൈ ആയി പോകും. അപ്പൊ നമ്മൾ സോപ്പ് ഷാമ്പു അങ്ങനത്തെ സംഭവങ്ങളൊന്നും ഇട്ടിട്ട് നമ്മുടെ ഹെയർ വാഷ് ചെയ്യണ്ട കേട്ടോ. ജസ്റ്റ് വെറുതെ അപ്ലൈ ചെയ്തിട്ട് ഒന്ന് ഡ്രൈ ആയി കഴിഞ്ഞതിന് ശേഷം ഇപ്പൊ രാവിലെ തേക്കാന്നുണ്ടെങ്കിൽ വൈകുന്നേരത്തിന് വാഷ് ചെയ്ത് കളയാം, അല്ലെങ്കിൽ രാത്രി തേക്കാന്നുണ്ടെങ്കിൽ പിറ്റേ ദിവസം രാവിലെ വെറുതെ വെള്ളത്തിൽ വാഷ് ചെയ്ത് കളയാട്ടോ. അതിന് പിറ്റേ ദിവസം വേണമെങ്കിൽ നിങ്ങൾക്ക് ഓയിൽ ഇട്ടിട്ട് കുളിക്കണമെങ്കിൽ അങ്ങനെ കുളിക്കാം. പിന്നത്തെ ക്വസ്റ്റ്യൻ എന്താണ്, ചേച്ചി ഇത് ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഓയിൽ ഇടുന്നതിന് വല്ല കുഴപ്പമുണ്ടാകും. അപ്പൊ ഞാൻ അന്ന് പറഞ്ഞിരുന്നു ഓയിൽ ഇടണ്ടാന്ന് പറഞ്ഞേക്കണം കേട്ടോ. പക്ഷെ ഞാനിപ്പോ പറയുന്നത് നമുക്ക് ഓയിൽ ഇടണമെങ്കിൽ കുറച്ചുകൂടി നല്ലത് ആ ഡ്രൈനെസ് കുറച്ച് കുറയ്ക്കാനായിട്ട് നമ്മൾ ഏതെങ്കിലും ഒരു ഹെയർ ഓയിൽ ഇടണമെങ്കിൽ നല്ലതായിരിക്കും കേട്ടോ. നമ്മളിത് ഒരുപാട് എണ്ണയിട്ട് കുളിക്കാനല്ല പറയണത്. നമ്മൾ ഈ റോസ്മേരി വാട്ടർ യൂസ് ചെയ്തതിന് ശേഷം നമ്മുടെ മുടി ഒരു ഹാഫ് ഡ്രൈ ആയി കഴിയുമ്പോൾ നമുക്ക് 1-2 കോക്കനട്ട് ഓയിലോ അല്ലെങ്കിൽ നമ്മൾ തേക്കുന്ന എന്തെങ്കിലും ഹെയർ സിറം അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും നറിഷ്മെന്റിന് വേണ്ടി നമ്മൾ എന്തെങ്കിലും തേക്കുമല്ലോ, പ്രൊഡക്റ്റ് കാര്യങ്ങളൊക്കെ തേക്കുമല്ലോ. അപ്പൊ അത് ഏതെങ്കിലും ഒന്ന് തേച്ച് കൊടുക്കണമെങ്കിൽ നല്ലതായിരിക്കും. ഒരു ഹാഫ് ഡ്രൈ ആയതിനു ശേഷം തേച്ച് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ മുടി അധികം ഡ്രൈ ആക്കാണ്ടെന്ന് നോക്കും. അപ്പൊ കുറച്ചൊരു മോയ്സ്ചറൈസർ കിട്ടുമല്ലോ മുടിക്ക്. അതിന് വേണ്ടിയാണ് ഈ ഓയിലോ ഹെയർ സിറം അല്ലെങ്കിൽ എന്തെങ്കിലും നറിഷ്മെന്റിന്റെ ക്രീം സാധനങ്ങളൊക്കെ തേക്കാൻ പറയണം. അപ്പൊ അത് തേക്കണമെങ്കിൽ കുറച്ചും കൂടി എഫക്റ്റീവ് ആവും കേട്ടോ. പിന്നത്തെ ഒരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ, നമുക്കിങ്ങനെ തുമ്മല്, നീരിളക്കം അങ്ങനെ ഉള്ളവർക്കൊക്കെ യൂസ് ചെയ്യാൻ പറ്റുമോ. അപ്പൊ എനിക്ക് അലർജി അങ്ങനെ ഉള്ളതാണ്. എനിക്ക് ഏതൊരു തുമ്മലും ജലദോഷമൊക്കെ ഉള്ളതാണ്. ഞാൻ ആദ്യം തന്നെ അത് യൂസ് ചെയ്തിരുന്നു. കാരണം തുമ്മലൊക്കെ ഉണ്ടായാലും ഞാനത് എന്തെങ്കിലും മുടി വളരട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാനത് പിടിച്ചു വെച്ചിട്ട് ഞാൻ യൂസ് ചെയ്തിരുന്നിട്ടാ. പക്ഷെ ഞാൻ പറയണതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് തുമ്മലും കാര്യങ്ങളൊക്കെ ഉള്ളവർ ഇത് യൂസ് ചെയ്യണത് നമുക്ക് നോക്കിയിട്ട് യൂസ് ചെയ്യണമായിരിക്കും നല്ല കേട്ടോ. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ആദ്യം യൂസ് ചെയ്തിട്ടുണ്ടെന്ന്, പിന്നെ എനിക്ക് പറ്റാണ്ടായിട്ട് ഞാൻ ഡോക്ടറെ കണ്ടപ്പോൾ ഡോക്ടറിനോട് പറഞ്ഞ് നിർത്തിക്കോളാം, സ്റ്റോപ്പ് ചെയ്തോളാൻ പറഞ്ഞു. കാരണം തലയിൽ വെള്ളം ഇരിക്കുമ്പോൾ എന്തായാലും നമുക്ക് ഭയങ്കരമായിട്ട് തുമ്മലും കാര്യങ്ങളും വരും. ഇപ്പോഴും എനിക്ക് ഒട്ടും പറ്റുന്നില്ല കേട്ടോ. അതുകൊണ്ട് തന്നെ ഞാനിപ്പോൾ സ്റ്റോപ്പ് ചെയ്തേക്കാണ്.
അപ്പൊ തുമ്മലും കാര്യങ്ങളും ഉള്ള ആൾക്കാർ സ്റ്റോപ്പ് ചെയ്യണമായിരിക്കും നല്ലത് തോന്നുന്നുണ്ട്. അല്ലെങ്കിൽ പിന്നെ നിങ്ങൾക്ക് ഒരു ഇത് വേണം, നിങ്ങൾക്ക് അത് യൂസ് ചെയ്യാൻ നിങ്ങൾക്ക് തോന്നുന്നു. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ യൂസ് ചെയ്യണമെങ്കിൽ കുഴപ്പമില്ല. അല്ല അതിപ്പോൾ ഓവറായിട്ട് പറ്റണില്ല, ഭയങ്കര തുമ്മലും കാര്യങ്ങളോ വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് സ്റ്റോപ്പ് ചെയ്യണമായിരിക്കും നല്ലത്. അല്ലെങ്കിൽ പിന്നെ നമ്മൾ തേക്കണേന്റെ അളവ് കുറയ്ക്കുക, തലയിൽ തേച്ച് പിടിപ്പിച്ച് വെക്കുന്ന ടൈമും കുറയ്ക്കുക. ഇപ്പോൾ 1 മണിക്കൂർ വെക്കണമെന്നുണ്ടെങ്കിൽ അരമണിക്കൂർ വെക്കുക, അങ്ങനെയായിട്ട് കുറച്ച് കൊണ്ടുവരാം. അപ്പൊ എന്റെ ഒരു ഇതിനകത്ത് ചിലപ്പോൾ തുമ്മലുള്ള ആൾക്കാർ സ്റ്റോപ്പ് ചെയ്യണമായിരിക്കും നല്ലത്. കാരണം ഭയങ്കര എനിക്ക് പറ്റണില്ല ഭയങ്കരമായിട്ട്. കാരണം എനിക്ക് മൂക്കിൽ ദശയുള്ള ഒരാളാണ്, പിന്നെ അതുപോലെ തന്നെ തുമ്മലുള്ള ആളാണ്, മൈഗ്രെയിൻ ഉണ്ട്. അപ്പൊ ഇതൊക്കെ കൂടി ആയപ്പോൾ എനിക്ക് ഒട്ടും പറ്റുന്നുണ്ടായില്ല. ആദ്യത്തെ 3 മാസമൊക്കെ ഞാൻ യൂസ് ചെയ്തപ്പോൾ എനിക്ക് കുഴപ്പമുണ്ടായില്ല. പിന്നെ എനിക്ക് തലവേദന കൂടി കഴിഞ്ഞപ്പോഴാണ് ഞാനിത് സ്റ്റോപ്പ് ചെയ്തേട്ടാ. പിന്നെ കുറെ പേര് ചോദിക്കണം ഒരു വെച്ചിട്ടുണ്ടെങ്കിൽ, ചേച്ചി ഈ റോസ്മേരി വാട്ടർ തേച്ചിട്ടുണ്ടെങ്കിൽ മുടി വളരുമെന്ന് വല്ലത് ഉറപ്പുണ്ടായിരുന്നില്ല, വെറുതെ പറയണതാണ്. അപ്പൊ എന്റെ ഒരു അഭിപ്രായത്തിൽ റോസ്മേരി വാട്ടർ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ മുടി വളരും, അത് ഉറപ്പാണ്. കാരണം അതിന്റെ ഏറ്റവും വലിയ തെളിവാണ് ഞാൻ. എനിക്ക് മുടി വളർന്നതാണ്, പക്ഷെ എനിക്കിങ്ങനെ തുമ്മലും കാര്യങ്ങളും ഉള്ളത് കൊണ്ട് മാത്രം ഞാൻ സ്റ്റോപ്പ് ചെയ്ത് വെക്കുന്നതാണ്. അല്ലെങ്കിൽ ഞാൻ അത് പിന്നെയും കണ്ടിന്യൂ ചെയ്യേണ്ട ഒരാളാണ്. അപ്പൊ മുടി വളരും എന്നുള്ളതിന് അതൊരു ഇതില്ല. കാരണം എനിക്ക് വളർന്നേക്കണം, എന്റെ ഇവിടെ ഒന്നും ഉണ്ടായിരുന്നില്ല മുടിയുടെ. ഇപ്പൊ എനിക്ക് നോക്കിയാൽ ഒരുപാട് ബേബി ഹെയർസും കാര്യങ്ങളും വന്നിട്ടുണ്ട്. മുടി വളരും എന്നുള്ളതിന്റെ ആ വീഡിയോ കണ്ടവർക്ക് മനസ്സിലായിട്ടുണ്ടാവും. കാരണം ആ വീഡിയോ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ എനിക്ക് ഒരുപാട് ഇവിടെ മുടിയും കാര്യങ്ങളും വന്നിട്ടുണ്ട്. ശരിക്കും ഇവിടെ നിന്നൊക്കെ തലയോട് നന്നായിട്ട് കാണാത്ത രീതിയിലേക്ക് നിൽക്കണത്. അപ്പൊ മുടി വളരും എന്നുള്ളത് ശരിയാണ്. പിന്നെ നമുക്ക് നമ്മുടെ അവസ്ഥ അനുസരിച്ചിരിക്കും, നമ്മുടെ ഹെയറിന്റെ ടൈപ്പ് അനുസരിച്ചിരിക്കും നമുക്ക് വളരോ ഇല്ലേ എന്നുള്ളത്. അപ്പൊ നമ്മളിപ്പോ 1 മാസം തേച്ചിട്ട് നമുക്ക് വന്നില്ലെന്നും പറഞ്ഞ് നമ്മൾ സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നെ അത് വരാൻ പോകുന്നില്ല. അപ്പൊ 1 2 ഏതൊരു പ്രൊഡക്റ്റ് യൂസ് ചെയ്യണമെങ്കിൽ നമ്മളൊരു 3 മാസം കണ്ടിന്യൂസ് തേക്കണം. എന്നിട്ട് നമുക്ക് വന്നില്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ സ്റ്റോപ്പ് ചെയ്യുന്നതിന് നല്ലതിട്ടാ. അപ്പൊ മുടി വളരും എന്നുള്ള കാര്യത്തിൽ ഉറപ്പാണ്, മുടി എന്തായാലും വളരും. കാരണം എനിക്ക് വന്നേക്കണം. പിന്നെ പറയണേ ഏത് ബ്രാൻഡാണ് നല്ലതെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പൊ ഞാനൊരു ബ്രാൻഡ് നല്ലതെന്ന് പറയൂല. നിങ്ങൾ ഇപ്പൊ ഫ്ലിപ്പിൽ നിന്നാണ്, ആമസോൺ, ഏത് ഓൺലൈൻ ഷോപ്പിൽ നിന്നാണ് വാങ്ങിക്കണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ റേറ്റിംഗ് നോക്കാം. റേറ്റിംഗ് നോക്കണം, അതുപോലെ തന്നെ എത്ര പേര് അത് വാങ്ങിച്ചിട്ടുണ്ടെന്ന് നോക്കണം, എന്തൊക്കെ റിവ്യൂസും കാര്യങ്ങളും അതിനകത്ത് കൊടുത്തേക്കണേ നോക്കണം. എന്നിട്ട് നിങ്ങൾ അത് വാങ്ങിച്ചിട്ട് യൂസ് ചെയ്യണമെങ്കിൽ നല്ലതിട്ടാ. അല്ലാണ്ട് ഞാൻ തേച്ച ബ്രാൻഡ് തന്നെ യൂസ് ചെയ്തിട്ട് ഇത്രയും എഫക്റ്റ് ഉണ്ടാവും എന്നുള്ളത് ഞാൻ പറയുന്നില്ല. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ബ്രാൻഡ് ഏതാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അത് വാങ്ങിച്ച് യൂസ് ചെയ്യുക. റേറ്റിംഗും കാര്യങ്ങളും നോക്കണം, റിവ്യൂവും കാര്യങ്ങളും നോക്കിയിട്ട് വേണം യൂസ് ചെയ്യാനായിട്ട്. പിന്നെ ചോദിക്കേണ്ടത് എത്ര മാസം യൂസ് ചെയ്താലാണ് നമുക്ക് കറക്റ്റ് റിസൾട്ട് കിട്ടണമെന്ന് ചോദിക്കേണ്ടത്. അപ്പൊ ഞാൻ ഇത്ര മാസം ഒന്നും പറയൂല, കാരണം ഓരോരുത്തരുടെ മുടിയുടെ ടൈപ്പ് അനുസരിച്ചിരിക്കും. അപ്പൊ നിങ്ങൾക്ക് ഇപ്പോൾ 1 മാസം നമ്മൾ എന്തൊരു പ്രൊഡക്റ്റ് യൂസ് ചെയ്താൽ നമ്മളൊരു 3 മാസം പ്രൊഡക്റ്റ് യൂസ് ചെയ്ത് നോക്കാം. അപ്പൊ 3 മാസം യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് റിസൾട്ട് കിട്ടണില്ലെങ്കിൽ നിങ്ങൾ സ്റ്റോപ്പ് ചെയ്തോ. കാരണം നിങ്ങളുടെ മുടിക്ക് നല്ലതല്ല, അതുകൊണ്ടാണ് നിങ്ങൾക്ക് റിസൾട്ട് കിട്ടാത്തത്. അപ്പൊ ഞാൻ പറയണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു 3 മാസം എന്തായാലും ട്രൈ ചെയ്ത് നോക്കാനാണ് പറയുന്നത്. ഇതിന്റെ ഉള്ളിൽ എന്തെങ്കിലും പ്രശ്നം കാര്യങ്ങളും, മുടി കൊഴിച്ചിലുണ്ട്, അല്ലെങ്കിൽ വല്ല ഭയങ്കരമായിട്ട് ഓവറായിട്ട് ഡ്രൈ ആയി തലവേദന, നീരിളക്കം, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ വരുന്നുണ്ടെങ്കിൽ അവിടെ വെച്ച് തന്നെ കണ്ടുമുട്ടി സ്റ്റോപ്പ് ചെയ്തോട്ടെ. കാരണം നമ്മുടെ ഹെയറാണ്, നമ്മൾ കുറച്ച് പ്രൊട്ടക്റ്റും കാര്യങ്ങളൊക്കെ നൽകണം. അപ്പൊ എന്ത് പ്രൊഡക്റ്റ് ആണെങ്കിലും ചില ആൾക്കാരെ ഹെയറിന് അത് പറ്റൂല. അപ്പൊ അത് അവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യണമായിരിക്കും നല്ലത് കേട്ടാ. പിന്നെ പിന്നത്തെ ഒരു കമന്റ് ആട്ടാ, കഷണ്ടി ഉള്ളവർക്ക് ഇത് യൂസ് ചെയ്യാൻ പറ്റുമോ, അല്ലെങ്കിൽ ആണുങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുമോ എന്നിട്ട്. അപ്പൊ ആണുങ്ങൾക്കും യൂസ് ചെയ്യണതിനൊന്നും കുഴപ്പമൊന്നുമില്ല, ആണുങ്ങൾക്കും യൂസ് ചെയ്യാം. പിന്നെ കഷണ്ടിയിൽ മുടി വളരുമോ എനിക്കറിയാൻ പറ്റില്ല, കാരണം കഷണ്ടിക്ക് ഇന്ന് വരെ മരുന്ന് കണ്ടുപിടിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. എന്നാലും ട്രൈ ചെയ്ത് നോക്കും. നിങ്ങൾക്ക് റിസൾട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ അത് നമ്മുടെ ചാനലിൽ കമന്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ മറ്റുള്ളവർക്കും കൂടി ഒരു ഇതാവല. അപ്പം നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുന്നത് എനിക്ക് പറയാൻ പറ്റുള്ളൂ. കഷണ്ടിയിൽ മുടി വളരുമെന്ന് എനിക്ക് ഉറപ്പ് തരാനൊന്നും പറ്റുന്നില്ല. അപ്പം നമ്മൾ ട്രൈ ചെയ്ത് നോക്ക്. നിങ്ങൾക്ക് റിസൾട്ട് കിട്ടുകയാണെങ്കിൽ നിങ്ങൾ ചാനലിൽ വന്ന് കമന്റ് ചെയ്യാം. പിന്നെ കുറെ പേര് ചോദിക്കേണ്ടത്, ചേച്ചി ഇപ്പൊ യൂസ് ചെയ്യണുണ്ടാവുന്നു. ഞാനിപ്പോ യൂസ് ചെയ്യണില്ല കേട്ടോ. കാരണം എനിക്ക് നല്ലത് എപ്പോഴും എനിക്ക് തുമ്മൽ പാടില്ലാണ്ടിരിക്കണം. എനിക്ക് അപ്പൊ യൂസ് ചെയ്യാൻ പറ്റാത്ത കാരണമാണ് ഞാൻ നിർത്തിയേക്കണത്. പക്ഷെ എനിക്ക് തേക്കണമെന്ന് ആഗ്രഹമുള്ളത് കൊണ്ട് കഴിഞ്ഞ വീഡിയോ കണ്ടവർക്ക് മനസ്സിലായിട്ടുണ്ടാവും, ഞാൻ അതിന്റെ ഓയിലാക്കി തേക്കണുണ്ട് കേട്ടോ. അപ്പൊ അത് വെച്ചിട്ട് എനിക്ക് വലിയ കുഴപ്പമൊന്നുമില്ല. കാരണം തുമ്മലും കാര്യങ്ങളും ഓൾറെഡി തുമ്മലുള്ളതാണെന്നും പറഞ്ഞാൽ അത് തേച്ചതിന്റെ തുമ്മലും കാര്യങ്ങളൊന്നും എനിക്കില്ല. അപ്പൊ അങ്ങനെയാണ് ഞാൻ തേക്കുന്നത്. റോസ്മേരി വാട്ടറായിട്ട് ഞാൻ തേക്കണില്ല കേട്ടോ, കാരണം എനിക്ക് പറ്റണില്ല കേട്ടോ. അപ്പൊ ഇത്രയുള്ളൂ നമ്മുടെ വീഡിയോ കേട്ടോ. ഇത്രയും കമന്റ്സ് വെച്ചാൽ ഞാൻ ഇതിനൊക്കെ റിപ്ലൈ കൊടുത്തേക്കണ കമന്റ്സ് ആണ്. പക്ഷെ ഇപ്പൊ നമുക്ക് പിന്നെയും ചോദിച്ചോണ്ടിരിക്കണതുകൊണ്ടാണ് ഇതൊക്കെ കൂടി ഞാനൊരു വീഡിയോ ആക്കി എടുത്തേട്ടാ. അപ്പൊ ഹെയർ ഭയങ്കരമായിട്ട് ഡ്രൈ ആയിട്ടിരിക്കുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഈ ടിപ്സും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്തിട്ട്, കാരണം കോക്കനട്ട് ഓയിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഹെയർ സിറം കാര്യങ്ങളൊക്കെ തേക്കണമെന്നുണ്ടെങ്കിൽ ഒന്നും കൂടി നമുക്ക് ആ മുടി ഡ്രൈ ആവണത് മാറ്റിയെടുക്കാൻ പറ്റും കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. മറ്റൊരു വീഡിയോ ആയിട്ട് വന്നവരെ